കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായും മുങ്ങി. കണ്ടെയ്നറുകളിൽ നിന്നുള്ള ഓയിൽ കടലിൽ പടരുന്നതായിട്ടാണ് പുതിയ വിവരം. എണ്ണ ആലപ്പുഴ, അമ്പലപ്പുഴ, ആറാട്ടുപുഴ, കരുനാഗപ്പള്ളി തീരമേഖലകളിലേക്ക് 36 മുതൽ 48 മണിക്കൂറിനുള്ളിൽ എത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീരമേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കടലിൽ ഓയിൽ പടരുന്നത് നിയന്ത്രിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമം തുടരുന്നുണ്ട്. സജോ ദേവസ്യ, അലി അക്ബർ ഷാ എന്നിവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം സജോയിലേക്ക്. സജോ, ഇപ്പോൾ കപ്പൽ പൂർണ്ണമായും കടലിലേക്ക് മുങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാനാകുന്നത്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തുന്ന നടപടികൾ? നാവികരെ മുഴുവൻ പൂർണ്ണമായും രക്ഷപ്പെടുത്തിയത് എപ്പോഴായിരുന്നു? സ്മൃതി, ഈ കപ്പൽ, അതായത് MSC എൽസ 3 എന്ന കപ്പൽ പൂർണ്ണമായും മുങ്ങി. 643 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. കൊച്ചി പുറംകടലിൽ നിന്ന്, അതായത് കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ ദൂരെ അന്താരാഷ്ട്ര കപ്പൽ ചാലിന് സമീപമാണ് അപകടം ഉണ്ടായത്. അത് രക്ഷപ്പെടുത്താൻ കപ്പൽ ഉയർത്തി സുരക്ഷിതമായി നീക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. അത് പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരു 26 ഡിഗ്രി ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് നാവികസേനയുടെയും INS സുജാതയും ഒപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പുകളും ഡോണിയർ എയർക്രാഫ്റ്റുകളും ചോപ്പറുകളും ഒക്കെ എത്തി. ഒപ്പം ഈ കമ്പനിയുടെ പേരന്റ് കമ്പനിയുടെ ഒരു ഷിപ്പും സ്ഥലത്തെത്തി. പക്ഷേ ആ നിലയ്ക്ക് കപ്പൽ ഉയർത്താനുള്ള ശ്രമം വിജയിച്ചില്ല. ആദ്യഘട്ടത്തിൽ ആകെ 24 നാവികരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. 21 പേരെ നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിലേക്ക് മാറ്റിയിരുന്നു. 3 പേരാണ് അവശേഷിച്ചത്. കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക്, അതായത് കൂടുതൽ മുങ്ങി തുടങ്ങിയതോടുകൂടി നാവികസേന അവരെ രക്ഷപ്പെടുത്തി മാറ്റി. ഈ മുഴുവൻ നാവികരെയും ഞാനിപ്പോൾ നിൽക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി ആസ്ഥാനത്താണ്. ഇങ്ങോട്ടേക്ക് എത്തിക്കും അല്പസമയത്തിനകം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ഇവിടെ നിന്ന് ഷിപ്പ് അങ്ങോട്ടേക്ക് പോകും. ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിൽ ഈ സ്ഥലത്തേക്ക് എത്തിക്കും. അവർക്ക് ആവശ്യമായ അസിസ്റ്റൻസ് സേവനങ്ങൾ ഇവിടെ നൽകുകയും ചെയ്യും. ആ നിലയ്ക്കാണ് ക്രമീകരണം. നമ്മൾ മനസ്സിലാക്കുന്നത് കോസ്റ്റ് ഗാർഡ് ഏറ്റവും ഒടുവിൽ ബ്രീഫ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം 643 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 13 കണ്ടെയ്നറുകളിൽ ഹസാഡസായ രാസവസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവ സ്വാഭാവികമായും വെള്ളത്തിൽ കലരുന്നത് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് അപകടകരമാണ്. മറ്റൊന്ന് ഓയിൽ ലീക്കാണ്. സൾഫർ കണ്ടന്റ് അടക്കമുള്ള ഓയിൽ ലീക്കാണ്. അത് പക്ഷേ ലോ സൾഫർ കണ്ടന്റ് ആണ്. പക്ഷേ ഓയിൽ ലീക്ക് എന്നത് സ്വാഭാവികമായും പ്രയാസമുണ്ടാക്കും. നേർത്ത എണ്ണപ്പാളിയോ മറ്റോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മത്സ്യസമ്പത്തിന് അങ്ങനെ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ആഘാതം കുറയ്ക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. നിലവിൽ ഇതേ സ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്ത് കോസ്റ്റ് ഗാർഡിൻ്റെ ICG സക്ഷം എന്ന ഷിപ്പ് അവിടെയുണ്ട്. അതായത് പൊല്യൂഷൻ കൺട്രോൾ അസിസ്റ്റൻസ് ഉള്ള ഷിപ്പാണ്. ആ മേഖലയിൽ നിരീക്ഷണം തുടരുന്നുണ്ട്. ഡോണിയർ എയർക്രാഫ്റ്റും നിരീക്ഷണം തുടരുന്നുണ്ട്. അവിടെ ഓയിൽ പടർന്നിട്ടുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. അത് ഇനി അതിൻ്റെ ആഘാതം കുറയ്ക്കുക എന്ന കാര്യമാണ്. അതിനുവേണ്ടിയാണ് കൂടുതൽ അതിൻ്റെ അനാലിസിസ്, റിസ്ക് അസസ്മെന്റ് എന്നിവ തുടർന്ന് നടത്തേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും നിലയ്ക്ക് കപ്പലോ അതല്ലെങ്കിൽ കണ്ടെയ്നറുകളോ അവിടെ നിന്ന് ഇനിയിപ്പോൾ നീക്കം ചെയ്യുക എന്നത് പ്രായോഗികമായി നടക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം ഈ ഷിപ്പ് കമ്പനിയുടെ CEOയും ഉൾപ്പെടെ ഒരു ബ്രീഫിംഗ് അല്പസമയത്തിനുണ്ടാകും. അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ റിസ്ക് അനാലിസിസ് ചെയ്യുക, അതിനുശേഷം അവിടെ ആഘാതം, അതായത് അവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ തോത് കുറയ്ക്കുക എന്നതാണ് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതായിരിക്കും ഇനിയിപ്പോൾ ചെയ്യുക. ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം, വിദേശീയരായ 24 നാവികരാണ്. അവരെല്ലാവരും സുരക്ഷിതരാണ്. അവർക്കൊന്നും മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. അവരെ സുരക്ഷിതമായി തീരത്തേക്ക് വൈകാതെ ഉച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് തീരത്തേക്ക് എത്തിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതായത് 2 ടീമാണ് യഥാർത്ഥത്തിൽ. 21 പേരുടെ ഒരു ടീമും 3 പേരെ ഒടുവിൽ രക്ഷപ്പെടുത്തിയത് പ്രകാരം 3 പേരുടെ രണ്ടാമത്തെ ടീമും. ഇങ്ങനെയാണ് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തടക്കം അതിനുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ മറ്റ് ആശങ്കകളൊന്നുമില്ല. അതേസമയം ഇനിയിപ്പോൾ ഈ റിസ്ക് മിറ്റിഗേഷൻ, അതായത് റിസ്ക് അനാലിസിസ് നടത്തിയതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ വേണ്ടത് എന്നതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതിനാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ICG സക്ഷം എന്ന ഷിപ്പ് അവിടെയുള്ളത്. ആ വെസൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ അസിസ്റ്റൻസ് ഉണ്ട്. അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. തുടർച്ചയായ ഡോണിയർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഉണ്ടാവും. അങ്ങനെ റിസ്ക് അനാലിസിസ് നടത്തിയതിനു ശേഷം ആഘാതം കുറയ്ക്കാൻ, അതായത് ഈ പാരിസ്ഥിതിക ആഘാതം അല്ലെങ്കിൽ കടലിലെ ജീവജാലങ്ങൾക്കൊപ്പം തീരത്തേക്ക് കൂടി പ്രശ്നമായി നിൽക്കുകയാണല്ലോ.